നമസ്തേ ജനം ടി വിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇൻ റോയൽ ഹോം സ്പേസസ് പ്രസൻസ് ജനം മെഗാ ഓണപ്പൂക്കള മത്സരം 2025 ഇൻ അസോസിയേഷൻ വിത്ത് ടേസ്റ്റി നിബിൾസ്, VKC ഡബൺ, SK ഹോസ്പിറ്റൽ, രാമചന്ദ്രൻ, തിരുവോണം ധമാർ 2025 and Merada Jewels. ഇന്ന് ഞങ്ങൾക്ക് ഓണപ്പൂക്കള മത്സരം സംഘടിപ്പിക്കാൻ ഇവിടെ വേദി ഒരുക്കിയിരിക്കുന്നത് കോഴിക്കോട്ടെ ഹൈലൈറ്റ് മാളാണ്. ഹൈലൈറ്റ് മാളിലെ ഈ വിശാലമായ വേദിയിൽ ആണ് 19 ടീമുകൾ, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള 19 ടീമുകൾ മാറ്റുരക്കുന്നത്. ഒന്നാം സമ്മാനം 50,000 രൂപ, രണ്ടാം സമ്മാനം 30,000 രൂപ, മൂന്നാം സമ്മാനം 20,000 രൂപ. മാത്രമല്ല ജഡ്ജിംഗ് കമ്മിറ്റി അവർ വിധി നിർണയിച്ച ശേഷം അവർക്കിഷ്ടപ്പെട്ട 2 ടീമുകൾക്ക് കൂടി പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകുന്നതാണ്. തിരുവനന്തപുരത്ത് ഗംഭീര വിജയമായിരുന്നു ഓണപ്പൂക്കള മത്സരത്തിൽ. 9 ടീമുകളാണ് പങ്കെടുത്തത്. കൊച്ചിയിൽ വന്നപ്പോൾ ഒബ്രോൺ മാളിൽ അവിടെ 16 ടീമുകളാണ് പങ്കെടുത്തത്. കോഴിക്കോട് ഇന്ന് 19 ടീമുകളാണ് ഇവിടെ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. അത് കോഴിക്കോടിന്റെ കൂടി ഒരു പ്രത്യേകതയാണ്. തീർച്ചയായും, കാരണം ജനം TV 1 മാസം മുമ്പ് ഓണപ്പൂക്കള മത്സരം അനൗൺസ് ചെയ്യുന്നു, ഞങ്ങൾ ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്യുന്നു. ഏറ്റവും നല്ല പ്രതികരണം ഉണ്ടായത് മലബാർ മേഖലയിൽ നിന്നാണ്, കോഴിക്കോട് നിന്നാണ്. കോഴിക്കോടുകാർ ഇത്തരം ആഘോഷങ്ങളെ ഞങ്ങൾ ആവേശപൂർവ്വം ഇത്തരം ആഘോഷങ്ങളൊക്കെ അടിച്ചു പൊളിക്കുന്ന ആൾക്കാരാണ്. ആവേശപൂർവ്വം ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്, ദൃഷ്ടാന്തമാണ് ഇന്ന് നമ്മളിവിടെ കാണുന്നത്. എന്തായാലും അനഘ, നമുക്ക് പാർട്ടിസിപ്പൻസിലേക്ക് പോകാം. പാർട്ടിസിപ്പൻസ് അവരുടെ മനസ്സിൽ നിരവധി ഐഡിയകളുണ്ട്, ആശയങ്ങളുണ്ട്. ആ ആശയങ്ങൾ എങ്ങനെയാണ് അവർ മനോഹരമായ പൂക്കളമാക്കി മാറ്റുന്നത് എന്ന് നമുക്ക് കണ്ടറിയാം. ഈ ഓണം കളറാക്കാൻ നമ്മോടൊപ്പം ഉള്ളത് ഹൈലൈറ്റ്സ് മാളിലെ മാർക്കറ്റിംഗ് സ്റ്റാഫായിട്ടുള്ള നിതയും അതുപോലെ തന്നെ അനന്യയുമാണ് നമ്മോടൊപ്പം ഉള്ളത്. മാത്രമല്ല ഒരു കൊച്ചു മിടുക്ക് കൂടി നമ്മളോടൊപ്പം ഉണ്ട്, വേണിക അല്ലേ. മോളെ, എങ്ങനെയുണ്ട് ഓണം? അടിപൊളിയാണ്. അതെ, ഈ ഓണം വൈബ് എന്ന് പറയുന്നത് അതൊരു അടിപൊളിയാണ്, പ്രത്യേകിച്ച് ഇവിടെ. എന്തായാലും നമുക്ക് ഇവരാണ് ഇന്ന് നമ്മോടൊപ്പം ഈ ഓണം കളറാക്കാൻ നമ്മോടൊപ്പം ഉണ്ടാവുക. എന്തായാലും കൊച്ചു മിടുക്കി വേണികയുടെ ഒരു സൂപ്പർ പാട്ടുണ്ട്. നമുക്ക് ഒരു പാട്ട് പാടില്ലേ? ഓണം ഓണം പൊന്നോണം, അത്തം പത്തിന് തിരുവോണം, പൂക്കളിറുക്കാൻ പൂക്കളം തീർക്കാൻ കണ്ണാം തുമ്പി പോരാമോ, എന്നോടൊപ്പം പോരാമോ. ഓണം ഓണം പൊന്നോണം, അത്തം പത്തിന് തിരുവോണം. നല്ല അടിപൊളിയായി പാടിയിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ പൂക്കളത്തിന്റെ ആ പൂവിടുന്നവരുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ടീമാണ് ഇവിടെ പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഏകദേശം വരയൊക്കെ പൂർത്തിയാക്കി നല്ല മനോഹരമായൊരു പൂക്കളമാണ് ഇട്ടിരിക്കുന്നത്. ഇത് നമുക്ക് അപ്പുറത്തേക്കും കുറേ ടീമുകളുണ്ട്. എന്തായാലും നമുക്ക് ഇവരൊരു വിശേഷം എന്താന്ന് ചോദിച്ചു നോക്കാം അല്ലേ? അതെ അതെ. ഓക്കെ, നിങ്ങൾ എവിടുന്നാ വരുന്നേ? ഞങ്ങൾ പാലക്കാട്. മുമ്പ് ഇത്തരത്തിൽ മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? പങ്കെടുത്തുണ്ട്. ഇത് എന്താണ് നിങ്ങളുടെ ഒരു പ്രത്യേകത? എന്താ പൂക്കളത്തിന്? പ്രത്യേകം പറഞ്ഞാൽ അങ്ങനല്ല, ഞങ്ങൾ പാലക്കാട് ജില്ലയിലാണ് കൂടുതൽ പങ്കെടുക്കുന്നത്. കാരണം ഞാൻ മനോരമ നടത്തുന്നത്, മാതൃഭൂമി നടത്തുന്നത്, അങ്ങനെ ഓണത്തിന് എങ്ങനെ മൊത്തമായിട്ട് നടത്തുന്നത്. പിന്നെ എറണാകുളത്ത് നിന്ന് പോയിട്ടുണ്ട്, ഒരുപാട് ഭാഗങ്ങളിൽ പോയിട്ട് ഞങ്ങൾ ആദ്യമായിട്ടാണ് കോഴിക്കോട് വരുന്നത്.
നിങ്ങളെ ഈ പൂക്കളത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ? ഡിസൈനാണ്, കോമ്പറ്റീഷനാണ് വരുന്നത്, വെറുതെ ചുമ്മാ വരെയല്ല. അതെ, ഇവർ പറഞ്ഞു തന്നെയാണ് ശരി, കോമ്പറ്റീഷനാണ് വന്നത്, നമ്മൾ വെറുതെ വന്നതല്ല, അതുകൊണ്ട് കപ്പടിച്ചിട്ടേ ഞങ്ങൾ മടങ്ങൂ എന്നാണ് ഇവർ പറയുന്നത് അല്ലേ? തീർച്ചയായിട്ടും അതെ അതെ, അവരുടെ സംസാരം കേട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവർ വിജയം മുന്നിൽ കണ്ടുകൊണ്ടാണ് വരയ്ക്കുന്നത് എല്ലാം. ഇനി തൊട്ടടുത്തൊരു ടീമുണ്ട്, അതായത് രണ്ടാമത്തെ ടീമാണ്. ഇവരും ഇവിടെ മനോഹരമായിട്ടുള്ളൊരു പൂക്കളമാണ് ഇട്ടിരിക്കുന്നത്. ഇത് എനിക്ക് തോന്നുന്നത് ഇത് ഒരു ഗേൾസ് അല്ലെങ്കിൽ അവർ മാത്രമുള്ളൊരു ടീമാണെന്ന് തോന്നുന്നു. എന്തായാലും കുട്ടികളുണ്ട്, അവരിവിടെ ഇരുന്ന് പൂക്കളം ഇട്ടുകൊണ്ടിരിക്കാൻ. അടിപൊളി ഒരു ഡിസൈനാണ് അല്ലേ? അടിപൊളി ഡിസൈനാണ്. അതെ അതെ, ഗേൾസ് മാത്രമാണ് കാണുന്നത്. എന്തായാലും നന്നായിട്ട് അവർ വരച്ചിട്ടുണ്ട്. നല്ല പൂവിൻ്റെ തന്നെ ഡിസൈൻസ് ആണ് എല്ലാം. ചേച്ചി, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ പാലക്കാട് നിന്നാണ് വരുന്നത്. ഇത് ന്യൂ ജെൻ പൂക്കളമാണ്, കുട്ടികളുടെ സ്പെഷ്യൽ പൂക്കളമായിട്ടാണ് ഞങ്ങളിവിടെ അവതരിപ്പിക്കുന്നത്. അതെ, ഇത് ഈ ചേച്ചി പറയുന്ന അനുസരിച്ച് ഇത് പാലക്കാട് നിന്ന് വരുന്ന ടീമാണ്. ഇവർ പറയുന്നത് ഈ കുട്ടികളുടെ ഒരു പൂക്കളം, നമ്മൾ അവിടെയൊക്കെ കണ്ടത് കുറച്ച് മുതിർന്നവരാണ് പൂടുന്നത്, ഇത് കുട്ടികളുടെ ഒരു പൂക്കളമാണ്. ഇനി അടുത്തത് മൂന്നാമത്തെ ടീമാണ്. അവരിവിടെ പൂക്കളം ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. അതിമനോഹരമായി, അതായത് നമ്മളിപ്പോൾ കണ്ട ആ രണ്ട് പൂക്കളം അത് ഒന്നിനൊന്ന് മെച്ചമാണ്. എല്ലാവരും നമുക്ക് അടിപൊളി പൂക്കളമാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ? അതെ അതെ, ഒന്ന് കണ്ട് രണ്ട് കണ്ട് മൂന്നാമത്തേക്ക് വരുമ്പോൾ അതിനേക്കാളും അടിപൊളിയായിട്ട് എല്ലാം ഓരോ ഡിഫറെൻറ്റ് ഡിസൈൻസിലും ഭയങ്കര ഒരു കോമ്പറ്റീഷനാണെന്ന് കണ്ടാൽ തന്നെ മനസ്സിലാവും. എന്നെന്തായാലും നമുക്ക് ഈ പൂക്കളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല റെഡാണ്. ഈ നിങ്ങൾ എന്താണ് ഈ റെഡ് എന്താണ്? ഏത് പൂവാ ഈ റെഡ്? റോസ്. നിങ്ങൾ എവിടുന്നാ വരുന്നത്? എവിടുന്നാ? കോഴിക്കോട്. അതായത് ഈ ടീം എന്ന് പറയുന്നത് നമ്മൾ കോഴിക്കോടുള്ളവർ തന്നെയാണ്. എന്തായാലും നമുക്ക് അടുത്ത പൂക്കളത്തിലേക്ക് പോകാം. ഈ പൂക്കളം കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുണ്ട്, എല്ലാ പൂക്കളവും അതുപോലെ തന്നെ. എന്തായാലും നമുക്ക് ഇവരെവിടുന്നാ വരുന്നതെന്ന് ചോദിച്ചു നോക്കാം. നിങ്ങൾ എവിടുന്നാ വരുന്നത്? എറണാകുളം. അതായത് എറണാകുളത്ത് നിന്ന് എത്തിയ ടീമാണ്. നേരത്തെയൊക്കെ മത്സരത്തിൽ പങ്കെടുത്തിരുന്നോ? ആ മത്സരത്തിൽ പങ്കെടുക്കാറുണ്ട്. എങ്ങനെയാണ് നിങ്ങളെ ഒരു ഓണം ഓർമ്മയൊക്കെ എങ്ങനെയാണ്? ഓണം ഓർമ്മ ഇപ്പം എന്തെന്ന് പറയാനാ, പൂക്കളം കോമ്പറ്റീഷന് പങ്കെടുക്കുക, അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ഓണത്തിൻ്റെ പ്രത്യേകത. നേരത്തെയൊക്കെ ഇത്ര മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്? ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. പ്രൈസ് അടിക്കാറുണ്ടോ? പ്രൈസ് അടിക്കാറുണ്ട്. എന്താ നിങ്ങളിപ്പോൾ ഇടുന്ന ഈ ഒരു തീം എന്താ? ഇത് കോലം ഉദ്ദേശിച്ച് ചെയ്യുന്ന ഒരു വർക്കാണത്. അതാണ് ഇത്, അതായത് കോലം ഉദ്ദേശിച്ച് ചെയ്തൊരു തീമാണ് എന്നാണ് പറയുന്നത്. എന്തായാലും ഇതിലൊരു വെറൈറ്റി ഉണ്ട്. നടുക്ക് ഒരു മൊട്ട്, ഏതോ ഒരു പൂവിൻ്റെ മൊട്ടാണ്. അങ്ങനെ പൂ അതേപടി വെച്ചൊരു, എന്തായാലും അടിപൊളിയല്ലേ? അടിപൊളിയാണ്. നമുക്ക് വേണിക എൻ്റെ അടുത്ത് ചോദിച്ചാൽ എങ്ങനെയുണ്ടെന്ന്. അതെ, ഇതുവരെ കണ്ടതെല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇത് എനിക്ക് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എല്ലാം ചിലത് അതേപോലെ വെച്ചിട്ടുണ്ട്, എന്നാൽ കാണാൻ നല്ല ഭംഗിയുണ്ട്. അതെ അതെ, മോള് പറഞ്ഞ പോലെ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. മിടുക്കനാണ് ഇവിടെ, വളരെ വേഗത്തിൽ തന്നെ പൂവിട്ടുകൊണ്ടിരിക്കുക. നമുക്ക് എന്തായാലും ആ കൊച്ചു മിടുക്കൻ്റെ വിശേഷങ്ങൾ എന്തായാലും ചോദിക്കാം. അദ്വിക്ക് 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറിയൊരു മോനാണ് ഇപ്പോൾ പൂക്കള മത്സരത്തിൽ പങ്കെടുക്കുന്നത്. ഇത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിലൊക്കെ ഫാമിലിയാണ്. ഒരു അച്ഛൻ, അമ്മ, മക്കൾ, അങ്ങനെ എല്ലാവരും ഫാമിലി ആയിട്ടാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നത്. ചേട്ടാ, നിങ്ങൾ നേരത്തെ മത്സരത്തിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നോ? അതെ, ഞാൻ ഒരു 35 കൊല്ലമായിട്ട് മത്സരത്തിലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ലോക പൂക്കള മത്സരത്തിൽ 1ാം സമ്മാനം ഉണ്ടായിരുന്നു. പിന്നെ വനിതൻ്റെതൊക്കെ സ്ഥിരമായിട്ട് കിട്ടലുണ്ട്.
തകൃതിയായി ഇവിടെ പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ മണിക്കൂറുകൾ മാത്രമാണ് പൂക്കളം മത്സരം അവസാനിക്കാനുള്ളത്. അതിൻ്റെ ഒരു തിരക്ക് എല്ലാ പൂക്കള മത്സരാർത്ഥികളുടെയും മുഖത്ത് നമുക്ക് കാണാം. എന്തായാലും നമുക്ക് ഒപ്പം ഒരു കൊച്ചു മിടുക്കിയുണ്ട്. ഈ മിടുക്കി ഇന്ന് ഒരു ഓണപ്പാട്ടാണ് നമുക്ക് വേണ്ടി പാടുന്നത്. പക്ഷെ അത് ഒരു ന്യൂജൻ ഓണപ്പാട്ടാണ് അല്ലേ? ഏത് മൂഡ്? ഏത് മൂട്, അത്തം മൂട്, ഏത് മൂട്, പൂക്കള മൂട്, ഏത് മൂട്, മുണ്ട് മൂട്, ഏത് മൂട്, സാരി മൂട്, ഏത് മൂട്, സദ്യ മൂട്, ഏത് മൂട്, പായസ മൂട്, ഏത് മൂട്, പപ്പട മൂട്, ഏത് മൂട്, ഓണം മൂട്. അതെ അതെ അത് തന്നെയാണ് ഓണം മൂഡ്. ഏത് മൂടാന്ന് വെച്ചാൽ ഇപ്പൊ എല്ലാവരും പറയുന്നത് പോലെ ഓണം മൂടാണ്. എല്ലാവരും തിരക്കിട്ട പൂക്കളം ഇടുന്നതിന്റെ എല്ലാവരും തിരക്കിലാണ്. എല്ലാ പൂക്കളും ഒന്നിനൊന്ന് മെച്ചമാണ്. 19 മത്സരാർത്ഥികളാണ് ഇവിടെ ജനം TV സംഘടിപ്പിച്ചിരിക്കുന്ന ഓണം മെഗാ പൂക്കള മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയിരിക്കുന്നത്. നമ്മൾ 19 പേരെയും 19 പൂക്കളവും നമുക്ക് എന്തായാലും കാണണം. അത് എല്ലാ പൂക്കളവും കിട്ടുവാണ്. അപ്പോൾ അനങ്ക നമ്മൾ നെക്സ്റ്റ് ഒരു അടിപൊളി പൂക്കളത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അനങ്കയ്ക്ക് ഇത് കണ്ടിട്ട് എന്താണ് തോന്നുന്നത്? അതായത് നമ്മളെല്ലാ പൂക്കളും ഒന്നിനൊന്ന് മെച്ചമാണ്. അതായത് കണ്ടിട്ട് വാവ് പറയാൻ തോന്നുന്നു ഇവിടെ മുഴുവനുള്ളത്. എന്തായാലും നമുക്ക് ഇവർ എവിടെ നിന്നാണ് വരുന്നത്? നമ്മൾ കാസർഗോഡ് ഉള്ള ആളുകളുണ്ട്, കൊച്ചി, അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ ഇവിടെ പൂക്കളം ഇടാനും കപ്പടിക്കാനും എത്തിയിട്ടുണ്ട്. ഇവർ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? നമ്മൾ ഇവിടെ തന്നെ കോഴിക്കോട് ജില്ലയിൽ തന്നെ. നേരത്തെ മത്സരത്തിൽ പങ്കെടുത്തിരുന്നോ? എന്താ നിങ്ങളൊരു പ്രത്യേകത എന്താ ഈ പൂക്കളത്തിന്റെ? എന്ത് പ്രത്യേകത? ക്യാപ്റ്റൻ ജിനീഷ്. അതെ, നമുക്ക് ക്യാപ്റ്റനോട് ചോദിച്ചേക്കാം. എന്താണ് ക്യാപ്റ്റൻ ഈ പൂക്കളത്തിന്റെ പ്രത്യേകത? അതായത് നമ്മൾ നാടൻ പൂക്കളാണ് കൂടുതലായിട്ട് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ അങ്ങനെയുള്ള ഒരു പ്രത്യേകത ഇതിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. കോഴിക്കോട് ഹൈലൈറ്റ്സ് മാളിൽ ജനം TV സംഘടിപ്പിക്കുന്ന മെഗാ പൂക്കള മത്സരം അത് പുരോഗമിക്കുകയാണ്. ഇനി ഏതാനും മണിക്കൂറുകളാണ് ഈ പൂക്കള മത്സരം അവസാനിക്കാനുള്ളത്. അതിന്റെ എല്ലാ ടെൻഷനും നമുക്ക് ഇവിടെയുള്ള 19 മത്സരാർത്ഥികളിലും കാണാൻ കഴിയും. തകൃതിയായി പൂക്കളം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിമനോഹരമായ പൂക്കളം, അതായത് പൂ കൊണ്ട് ഇവിടെ ഒരു പൂക്കളം തീർക്കുകയാണ് ഇവിടെയുള്ള എല്ലാ മത്സരാർത്ഥികളും. അങ്ങ് കാസർഗോഡ് നിന്നുള്ളവരുണ്ട്, കണ്ണൂരിൽ നിന്നുള്ളവരുണ്ട്, അതുപോലെ തന്നെ ഈ കൊച്ചിയിൽ നിന്നും എത്തിയ മത്സരാർത്ഥികളുണ്ട്. എല്ലാവരും മത്സരിച്ച് കപ്പടിച്ച് പോകാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓണപ്പൂക്കള മത്സരം 2025 ഇന്ന് കോഴിക്കോട് ഇങ്ങനെ ഒരു മത്സരം സംഘടിപ്പിക്കാൻ നമുക്ക് ഈ വിശാലമായ വേദി ഒരുക്കി തന്നിരിക്കുന്നത് ഹൈലൈറ്റ് മാളാണ്. ഹൈലൈറ്റ് മാളിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ മുഹമ്മദ് ഫവാസ് ഞങ്ങളോടൊപ്പം ഉണ്ട്. ശ്രീ മുഹമ്മദ് ഫവാസ്, ആദ്യം തന്നെ നന്ദി രേഖപ്പെടുത്തുന്നു. ഇത്രയും വലിയൊരു സ്പേസ് ഞങ്ങളുടെ മത്സരം സംഘടിപ്പിക്കാൻ ഒരുക്കി തന്നതിന്. എന്ത് തോന്നുന്നു താങ്കൾക്ക്? കാരണം ഹൈലൈറ്റ് മാളിൻ്റെ ഓണാഘോഷത്തിൽ ഞങ്ങളെയും കൂടി പങ്കാളികളാക്കിയിരിക്കുക അല്ലേ? അതെ അതെ, തീർച്ചയായിട്ടും. അതായത് നമുക്കിപ്പം ഓണം ടൈമാണ്, ഓണാഘോഷത്തിൻ്റെ സമയമാണ്, എല്ലാം ആഘോഷ മൂഡിലാണ്. ഡെഫിനറ്റ്ലി ഇപ്പം കുറച്ച് ഇന്നലെ മുതൽ തന്നെ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ലീവായി, ആൾക്കാർ ഈ ആഘോഷ മൂഡിലേക്ക് എത്തി എല്ലായിടത്തും. ഇപ്പം അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ഭാഗം തന്നെയാണ് പൂക്കളം. ഇന്നിപ്പോൾ ഇത്രയധികം പൂക്കളം ഇവിടെ നമ്മുടെ മോളിൽ ഒരുമിച്ച് നടക്കുകയാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി ഞങ്ങളുടെ കൂടെ കൂടിയിട്ടാണെങ്കിലും ഞങ്ങളെ സംബന്ധിച്ചും അത് ഓണത്തിൻ്റെ ഒരു ആഘോഷത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. സോ വി ആർ വെരി ഹാപ്പി ഫോർ ദാറ്റ് ആൻഡ് താങ്ക് യു ഓൾസോ ഫോർ കണ്ടക്ടിങ് ദിസ് ഈവന്റ്. കാരണം കോഴിക്കോടുള്ളവർ മാത്രമല്ല പങ്കെടുക്കുന്നത്, കാസർഗോഡ് തൊട്ട് എറണാകുളം വരെയുള്ളവർ മത്സരത്തിൽ ഭാഗഭാക്ക് ആവുന്നുണ്ട്. മാത്രമല്ല ഹൈലൈറ്റ് മാളിന് നല്ലൊരു പബ്ലിസിറ്റി കിട്ടുകയാണ്. ഈ വരുന്നവർ ഫാമിലി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ കൂടുതൽ പർച്ചേസ് നടക്കുകയും ചെയ്യും. തീർച്ചയായിട്ടും നല്ലൊരു പർച്ചേസിൻ്റെ ടൈമാണ്. ഡെഫിനറ്റ്ലി നമ്മുടെ സംബന്ധിച്ച ബിസിനസ്സാണ് അത്. എങ്കിലും അത് കൂടാതെ തന്നെ ശരിക്കും ഒരു ഡെസ്റ്റിനേഷൻ നിലക്ക് ഹൈലൈറ്റ് മോൾ എപ്പോഴും നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് ആൾക്കാർക്ക് പുതിയ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഓരോ പ്രാവശ്യം വരുമ്പോഴും എന്തെങ്കിലും പുതിയത് കാണാനുണ്ടാവും എന്നുള്ളതും അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടികൾ ഇവിടെ നടക്കുന്നുണ്ടാവും എന്നുള്ളതും ഉറപ്പുവരുത്താനാണ്. അപ്പോൾ ഈ ഓണം ടൈമിൽ ഡെഫിനറ്റ്ലി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എന്തായാലും താങ്കൾക്കും ടീം ഹൈലൈറ്റ് മാളിനും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. താങ്ക് യു. ഹാപ്പി ഓണം. താങ്ക് യു വെരി മച്ച്.
വളരെ ടൈറ്റായിട്ടുള്ള ഒരു കോമ്പറ്റീഷനാണ് നടന്നത്. 35 ടീമുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു. കോഴിക്കോട്ടെ മത്സരത്തിൽ 19 ടീമുകളാണ് അവരുടെ സാന്നിധ്യം അറിയിച്ചത്. 19 ടീമുകൾ കാസർഗോഡ് തൊട്ട് കൊച്ചി വരെയുള്ള 19 ടീമുകളാണ് ജനം ടി വി മെഗാ ഓണപ്പൂക്കള മത്സരത്തിൽ മാറ്റുരച്ചത്. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പൂക്കളങ്ങൾ. ഈ മത്സരത്തിൽ വിധി നിർണയം നടത്തിയിരിക്കുന്നത് പ്രശസ്ത ചിത്രകാരനും അതുപോലെ ചിത്രകാരികളായിട്ടുള്ള ശ്രീ ശശി മോങ്ങം പ്ലീസ് കം, ശ്രീമതി അമ്പിളി, ശ്രീമതി ഉഷ സുരഭി, 3 ജഡ്ജസിനെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ജഡ്ജസിനെ റെപ്രസെൻ്റ് ചെയ്ത് ശശി മോങ്ങം, ശശി മോങ്ങത്തെ ക്ഷണിക്കുകയാണ്. താങ്കളുടെ ഈ വിധി നിർണയത്തെക്കുറിച്ചൊന്ന് സംക്ഷിപ്തമായി പറയാം. ഓക്കെ. എല്ലാവർക്കും നല്ല നമസ്കാരം. പ്രോജ്വലമായിട്ടുള്ള 19 ഫ്ലോറൽ ഡിസൈൻ ഒരുക്കിക്കൊണ്ട് ഇവിടെ പങ്കുചേർന്ന എല്ലാ ടീമിനും ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഒന്നാന്തരമായിരുന്നു, നല്ല മത്സരം തന്നെയായിരുന്നു. നേരത്തെ സാറ് പറഞ്ഞതുപോലെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട തരത്തിലേക്കുള്ള ഒരു പ്രകടനം തന്നെ എല്ലാ ടീമും കാഴ്ചവെച്ചിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും മികച്ചതെന്ന തരത്തിലേക്ക് 3 തിരഞ്ഞെടുക്കേണ്ട വയ്യല്ലോ. അതുകൊണ്ട് മാത്രമാണ് എന്തായാലും ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഒരു ആശംസകൾ അറിയിക്കുകയാണ്. ഒന്നാം സമ്മാനം സ്പോൺസർ ചെയ്ത കണ്ണങ്കണ്ടി ഈ സ്റ്റോർ മാനേജിംഗ് ഡയറക്ടർ ശ്രീ പരീത്, അദ്ദേഹത്തെ 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കുന്നു. എല്ലാ വർഷത്തെ പോലെ ഈ വർഷവും ഓണാഘോഷം കേരളത്തിൽ, പ്രത്യേകിച്ച് നോർത്ത് കേരളയിൽ നമ്മളെല്ലാവരും ഒന്നിച്ച് കൊണ്ടാടുകയാണ്. ഈ ഒരു അവസരത്തിൽ ഇത്തരം ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ അവസരം നൽകിയ ജനം ടി വിയുടെ സാരഥികളോട് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇതിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും, ഇവിടെ ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തവർക്കും ഞാൻ എൻ്റെ പേരിൽ, എൻ്റെ സ്ഥാപനത്തിൻ്റെ പേരിലും ഞാൻ നന്ദി പറയുന്നു. വിജയികളെ ഇപ്പോൾ നമ്മുടെ അനിൽജി പ്രഖ്യാപിക്കും. വിജയികൾക്കും അതോടൊപ്പം പങ്കെടുത്ത മറ്റുള്ള ആൾക്കാർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു. താങ്ക് യു സർ. രണ്ടാം സമ്മാനം പ്രൈസ് മണി 30,000 rupees സ്പോൺസേഴ്സ് ബൈ കോഴിക്കോടൻ അഗ്രോ ഫുഡ്സിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ജാഫർ മണലോടിയെ 2 വാക്ക് സംസാരിക്കാൻ ക്ഷണിക്കും. എല്ലാവർക്കും നമസ്കാരം. ജനം ടി വിയുടെ ഈ മെഗാ പൂക്കള മത്സരത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. കുറച്ച് ലേറ്റായിപ്പോയി, എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും അഡ്വാൻസ് ഓണം വിഷസ്. വിജയികളെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കാനെന്നറിയാം. അതിലേക്ക് പോകാം നമുക്ക്. മൂന്നാം സമ്മാനം പ്രൈസ് മണി സ്പോൺസർഡ് ബൈ സൂപ്പർനോവ ഫുഡ് പ്രൊഡക്ട്സ് ഡയറക്ടർ മറിയം ഷെഫിൻ മുന്നയുടെ മകൾ ഫാത്തിമയാണ് എത്തിയിരിക്കുന്നത്. ഫാത്തിമ, ഓണാശംസകൾ പറയാം. എല്ലാവർക്കും ഓണാശംസകൾ. എല്ലാ കമ്പ്യൂട്ടേഴ്സും നല്ലോണം ചെയ്തിക്കണ എല്ലാതും. പക്ഷേ ഈ 3 ആൾക്കാർക്ക് നല്ലോണം വിശ്വാസങ്ങൾ തരുന്നു പറയുന്നു. താങ്ക് യു വെരി മച്ച്.
അപ്പോൾ എല്ലാവരും കാത്തിരിക്കുന്ന ഫലപ്രഖ്യാപനത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ആദ്യം ഈ ജഡ്ജിങ് കമ്മിറ്റിയുടെ സ്പെഷ്യൽ മെൻഷൻ, പ്രത്യേക പരാമർശം ഉണ്ട്. അതിൽ നിന്ന് തുടങ്ങാം അല്ലേ? നമുക്ക് ഒന്നാം സമ്മാനം ആർക്കാണെന്ന് അവസാനം അറിയാം. ഓക്കെ, അപ്പോൾ 2 ടീമുകളെ സ്പെഷ്യൽ മെൻഷൻ ജഡ്ജിങ് കമ്മിറ്റി പരാമർശം നടത്തിയിട്ടുണ്ട്. ചെസ് നമ്പർ 11, ഐ തിങ്ക് സൂര്യ ആർട്സ് വഴിക്കടവ് അല്ലേ? ചെസ് നമ്പർ 11 സൂര്യ ആർട്സ് വഴിക്കടവ്. അവർക്ക് പ്രോത്സാഹന സമ്മാനമാണ്. പ്രോത്സാഹന സമ്മാനം ഞങ്ങൾ നൽകുന്നതാണ്. രണ്ടാമത്തെ ചെസ് നമ്പർ 17 ഫ്രണ്ട്സ് കൊക്കാൽ ഉദുമ. ഈ 2 ടീമുകൾക്കാണ് പ്രത്യേക പരാമർശം, ജഡ്ജിങ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നുള്ള പ്രത്യേക പരാമർശം. അടുത്തതായി 3ാം സമ്മാനത്തിന് അർഹമായത് ആരാണ്? തേർഡ് പ്രൈസ് ഗോസ് ടു, എനി ഗസ് ഉണ്ടോ? 3ാം സമ്മാനം ചെസ് നമ്പർ 9 സ്റ്റാർ ഫ്രണ്ട്സ് പുല്ലൂരംപാറ. സ്റ്റാർ ഫ്രണ്ട്സ് പുല്ലൂരംപാറ. പ്രൈസ് മണി 20,000 rupees. സ്പോൺസേഡ് ബൈ സൂപ്പർനോവ ഫുഡ് പ്രൊഡക്ട്സ്. ഫാത്തിമയെ ക്ഷണിക്കുന്നു ഞാൻ. ഫാത്തിമ, ഒപ്പം നമ്മുടെ ഹൈലൈറ്റ് മാളിൻ്റെ, കോഴിക്കോട്ടെ ഹൈലൈറ്റ് മാളിൻ്റെ ഡയറക്ടർ നിഷാൻ TK ക്ഷണിക്കുന്നു. ഒപ്പം ഫാത്തിമയും ക്ഷണിക്കുന്നു. 3ാം സമ്മാനത്തിന് അർഹമായവർ ഇല്ലേ? ഓക്കെ പ്ലീസ്. സ്റ്റാർ ഫ്രണ്ട്സ് പുല്ലൂരംപാറ. സ്റ്റാർ ഫ്രണ്ട്സ്, കൺഗ്രാജുലേഷൻസ്. രണ്ടാം സമ്മാനത്തിന് അർഹമായിരിക്കുന്ന സെക്കൻഡ് പ്രൈസ് ഗോസ് ടു ₹30,000 ഗോസ് ടു ചെസ് നമ്പർ 7 5 ഫ്ലവേഴ്സ് ചേളാരി. 5 ഫ്ലവേഴ്സ് ചേളാരി. സെക്കൻഡ് പ്രൈസ് ഗോസ് ടു ചെസ് നമ്പർ 7 5 ഫ്ലവേഴ്സ് ചേളാരി. 30,000 രൂപയാണ് അടിച്ചിരിക്കുന്നത്. ഈ 30,000 രൂപ ക്യാഷ് പ്രൈസ് സമ്മാനിക്കാൻ കോഴിക്കോടൻസ് അഗ്രോ ഫുഡ്സ് മാനേജിംഗ് ഡയറക്ടർ ജാഫർ മണലോടിയെ ക്ഷണിച്ചുകൊള്ളുന്നു. First prize goes to ₹50,000. Number? First prize goes to കണ്ണങ്കണ്ടി ഈ സ്റ്റോർ ഏർപ്പെടുത്തിയ ₹50,000, 50,000 രൂപയുടെ ക്യാഷ് പ്രൈസ് പോകുന്നത് ചെസ് നമ്പർ 6 ഡേറ്റ് ടുഡേ ഫ്രം കൊച്ചി. യെസ്, 1ാം സമ്മാനത്തിന് അർഹമായിരിക്കുന്നത് 50,000 രൂപ നേടിയിരിക്കുന്നത് കൊച്ചിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഓടി വന്ന ഡേറ്റ് ടുഡേ ആണ്. മിസ്റ്റർ നോബി ആൻഡ് ടീം. യെസ്, ജനം TV മെഗാ ഓണപ്പൂക്കള മത്സരം 2025 കോഴിക്കോട് വളരെ വിജയകരമായി ഈ മത്സരം സംഘടിപ്പിക്കാൻ നമുക്ക് വേദിയൊരുക്കി തന്ന ഹൈലൈറ്റ് മാളിൻ്റെ അധികൃതരോട്, ഡയറക്ടർ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. 2 വാക്ക് സംസാരിക്കാം. യെസ്, ഓക്കെ. അദ്ദേഹത്തിൻ്റെ സന്തോഷം പങ്കുവച്ചിട്ടുണ്ട്. ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ, ഹൈലൈറ്റിൻ്റെ മാത്രമല്ല ആ ടീമിൽ ഉൾപ്പെട്ട ശ്രീ തൻവീർ UM സീനിയർ മാനേജർ മാർക്കറ്റിംഗ്, നിത ജൂനിയർ ഓഫീസർ മാർക്കറ്റിംഗ്, അനന്യ ജൂനിയർ ഓഫീസർ മാർക്കറ്റിംഗ്. ഞങ്ങൾക്ക് ഈ പരിപാടിയിൽ 2 ആങ്കേഴ്സിനെ കൂടി കോഴിക്കോട് നിന്ന് കിട്ടിയിരിക്കുകയാണ്, ഹൈലൈറ്റ് മാളിൽ നിന്ന് കിട്ടിയിരിക്കുകയാണ്. MD യോട് അത് പ്രത്യേകം പറയുന്നു. 2 പേരും നന്നായിട്ട് പെർഫോം ചെയ്തു. അടുത്ത തവണ ഇവിടെ നമ്മൾ
ഹൈലൈറ്റ് മാളിൽ ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഇവരായിരിക്കും മെയിൻ ആങ്കേഴ്സ്. ഓക്കെ, മലബാർ എപ്പോഴും ഇത്തരം ആഘോഷങ്ങളോടൊപ്പം ആണ്. അത് വീണ്ടും അത് ആ പങ്കാളിത്തത്തിലൂടെ, ഈ മത്സര പങ്കാളിത്തത്തിലൂടെ അവരുടെ സാന്നിധ്യം അത് അറിയിച്ചു. അത് നമുക്ക് കൂടുതൽ പ്രചോദനം നൽകുകയാണ്. ഇനിയും മികവാർന്ന രീതിയിൽ ഓണം മെഗാ പൂക്കള മത്സരം അത് ഞങ്ങൾ സംഘടിപ്പിക്കും. നിങ്ങളുടെ ഏവരുടെയും സഹകരണം തുടർന്നും വേണം എന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. താങ്ക് യു വെരി മച്ച്.